കാറ്റ് തീക്കിളി കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ തന്നെ നിധി എഴുന്നേറ്റ് അടുക്കളയിലിട്ട് പോവുക. അവിടെയാണെങ്കിൽ സുഭാഷ് അടുക്കളയിൽ ചായ ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനും തിടക്കത്തിലാണ് എല്ലാവർക്കും. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും നിധിയുടെ അച്ഛനാണെങ്കിൽ പുറത്തുകൂടെ ഇരിപ്പുണ്ട്. അങ്ങനെ മുറ്റത്ത് നോക്കി ചൂലെടുത്ത് മുറ്റം അടിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, പുത്തരച്ച് പുലപ്പൻ തൂക്കുമെന്ന് പറയുന്നുണ്ട്, എന്ന് ശരിയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ പുതുപ്പെണ്ണ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു മാറ്റമില്ലേ, അതാ ഉദ്ദേശിച്ച ഭാസ്കരൻ. അങ്ങനെ നിധിയാണെങ്കിൽ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയും അപ്പോഴത്തേക്കും ഭാസ്കരൻ ഇറങ്ങി റോഡിലോട്ട് പോകാൻ വേണ്ടി സൈക്കിളിൽ കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും ബീഡി വലിച്ചിൻ്റെ കുറ്റികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പറയുക, എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്, ഇത്രയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ശീലമായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വലിച്ചാൽ അസുഖം വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധി. അത് എനിക്ക് നല്ല ആരോഗ്യമാണ്, എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എറിയാനൊക്കെ നോക്കുന്നുണ്ട് അച്ഛൻ. അപ്പോഴത്തേക്കും പറഞ്ഞാൽ അച്ഛന് ബഹുമാനം കൊടുക്കണം, അച്ഛനെ ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിധി പറഞ്ഞങ്ങ് നിൽക്കുക. എന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്തായാലും വന്നതല്ലേ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നിധി മടിച്ച് നിൽക്കുക സുധീഷ്. അങ്ങനെ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് പറയുന്നുണ്ട്, അവിടെ എല്ലാം തളിക്കണം മുറ്റത്ത്. അങ്ങനെ മുറ്റത്ത് തളിപ്പിക്കുക സുധീഷിനെ കൊണ്ട്. അപ്പോഴത്തേക്കും ചേട്ടനും അനിയന്മാരെല്ലാവരും നോക്കി നിന്ന് ആസ്വദിച്ച് നിൽക്കുക. എന്ന് വെച്ചാൽ ചെയ്യാത്ത പണി ചെയ്യുകയല്ലേ, അങ്ങനെ നിന്ന് കളിയാക്കുക എല്ലാവരും കൂടെ. അങ്ങനെ നിന്നപ്പോഴത്തേക്കും വീണ്ടും പറയുന്നുണ്ട്, ഈ ചൂലൊന്ന് പിടിച്ചേ, ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരണം കേട്ടോ. ഇനിയും ഒരു കാര്യമുണ്ട്, ഓരോ ദിവസം ഓരോരുത്തരാണ് ചെയ്യേണ്ടത്. ഇന്ന് നീയാണെങ്കിൽ രണ്ടാമത്തേൾ മൂന്നാമത്തേൾ അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ട് നിന്ന് ജോലി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ചെയ്യണോ, ഇന്ന് അവൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇന്ന് സുധീഷ് എന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നിധി മുറ്റം തൂപ്പിക്കുക. അപ്പോഴത്തേക്ക് അനിയന്മാരായിട്ട് കളിയാക്കുക, നല്ലോണം തൂക്കണം കേട്ടോ. എന്തായാലും വന്നതിനെപ്പറ്റി വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധി പറയുന്നു, ഞാൻ ചായ കുടിച്ചിട്ട് വരാം, ചായ ഇട്ട് നിങ്ങളെല്ലാവരും ഞാൻ കുടിപ്പിക്കും, ചായ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോഴത്തേക്കും പല്ലിയേച്ചുകൊണ്ടിരിക്കുക ഏറ്റയാൾ. അവർ പറയുമോ, ഞങ്ങളെ കൊണ്ട് തന്നെ കുടിപ്പിക്കണോ എന്ന് വെച്ചാൽ ചായ ഇട്ട് ശീലമില്ലാത്തതല്ലേ, ശരിയാവോ എന്ന ഉദ്ദേശത്തിൽ പറയുക. ഇന്ന് ഞാൻ ഇട്ട ചായ നിങ്ങൾ കുടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയിട്ട് സുധീഷ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുക എന്ന് എല്ലായിടത്തും പറയല്ലേ. എൻ്റെ ഭാര്യ വന്നപ്പോൾ ഈ വീട്ടിലെ മാറ്റം കണ്ടല്ലോ, ഇനി അവൾ ഇവിടെ എല്ലാം ഫുള്ളൊന്ന് മാറ്റും, അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോഴത്തേക്കും നിതീഷ് പറയുന്നുണ്ട്, എന്തായാലും എങ്ങനെയാണെന്ന് തോന്നി ഈ ചേട്ടത്തേക്ക് തെറ്റ് പറ്റി കാണും ഇയാളെ കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള എപ്പോഴും ഓരോ വഴക്കുകളാണ് അവർ തമ്മിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിധിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് സുഭാഷ് ചായ ഉണ്ടാക്കാൻ പഠിക്കുക. ചായ തിളച്ചു, തേയില ഇത്ര ഇടണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിധി തന്നെ സ്വന്തമായിട്ട് ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക. എല്ലാവരും പറഞ്ഞു നല്ല ചായയാണ്. സുധീഷ് ചായ കുടിച്ചിട്ട് പറഞ്ഞു, ചേട്ടനുണ്ടാക്കുന്നേക്കാളും നല്ലതായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നല്ല പൊക്കുക നിധിയെ. അങ്ങനെ നിധിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ പുറത്ത് ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നിധിക്ക് ഒരു ജോലിക്ക് വേണ്ടി. അപ്പോഴത്തേക്കും ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അറിയാം. അങ്ങനെ അവരുടെ അടുത്ത് ജോലി ചോദിച്ച് നോക്കി പോയിരിക്കുക. അങ്ങനെ പറയുക, എന്തു വെച്ചാലും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയുക, എനിക്ക് ഇതൊന്ന് സഹായിച്ചു തരണം, നീയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനായിട്ട് സോപ്പിട്ടുക. അങ്ങനെ അവസാനം നിൻ്റെ കൂട്ടത്തിൽ നടന്നെന്ന് പറഞ്ഞ് എന്നെ തന്നെ വഴക്ക് പറയുക അച്ഛൻ. അതുകൊണ്ട് ഞാൻ എങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുക എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഏതെങ്കിലും ഇൻ്റർവ്യൂ നടത്തി വിടണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ സമ്മതിക്കുകയും അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് നിധിക്ക് വേണ്ടി ജോലിക്ക് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നുണ്ട്. പിന്നെ നിധിയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാ ജോലികളൊക്കെ ഇപ്പോൾ ചെയ്തൊക്കെ തുടങ്ങി. സുധീഷും സുഭാഷും എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ടാണ് ഇപ്പം പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നിധി വന്നിട്ട് ചോദിക്കുക, നമുക്കൊരു കാര്യം ചെയ്യാമോ, ഒന്ന് അമ്പലത്തിലൊന്ന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അനിയൻ്റെ ആയിട്ട്. അപ്പോഴത്തേക്കും പറയാം, ഞാൻ 5 മിനിറ്റ് ഇതാ വരുവാന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിലേക്ക് പോവുക. അപ്പോഴത്തേക്കും നിധി ചോദിക്കുക, ഏത് അമ്പലത്തിലാണ് പോകാനപ്പോഴെന്ന്, ഇവിടെ ഒരു അടുത്തൊരു അമ്പലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പേരും അമ്പലത്തിലോട്ട് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുഭാഷിനെ ബാക്കിൽ നടക്കുന്ന സ്നേഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്.
ആ കുട്ടിയാണെങ്കിൽ ബേക്കിൽ നിന്നേ വിളിച്ചുകൊണ്ടിരിക്കുക, എത്ര നേരം കൊണ്ട് വിളിക്കുക, എന്താ കേൾക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് നടന്നുകൊണ്ട് പോവുക ക്ഷേത്രത്തിലോട്ട്.